ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. സ്നാക്ക് എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ല ഡിന്നറായിട്ടോ ഇല്ലെങ്കിൽ ഒരു 4 മണി പലഹാരമായിട്ടോ കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതിന് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനം ഒരു കുറച്ച് മല്ലിയില, ഒരു പച്ചമുളക്, പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെള്ളരിക്ക. നല്ലപോലെ മൂത്തത് വേണ്ട, ഒരു പിഞ്ച് വെള്ളരിക്ക ഉണ്ട്, ഒരു മീഡിയം സൈസിൽ വെള്ളരിക്ക മതി കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണിത്. ഞാനിവിടെ അധികം വിളയാത്ത ഒരു മീഡിയം സൈസ് വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളകും കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഞാൻ സാധാരണ വെജിറ്റബിൾസ് ഒക്കെ കൊണ്ടുവന്ന് കഴിയുമ്പം ഇച്ചിരി വിനാഗിരി ഉപ്പും കൂടെ ഒരു വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകിയാണ് ഫ്രിഡ്ജിൽ വെക്കാറ്. എന്നാലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് ഈ വെള്ളരിക്കയുടെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ വെള്ളരിക്കേനെ നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം. നല്ലപോലെ വിളഞ്ഞ വെള്ളരിക്കയാണെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നമ്മൾ കളയണം. ഇപ്പം പിഞ്ച് വെള്ളരിക്കയാണെങ്കിൽ തൊലിയൊന്നും കളയണം എന്നില്ല, നമുക്കിതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അത് കഴിക്കുമ്പം ആ വെള്ളരിക്കയൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം ഇതുപോലെ നമ്മൾ എല്ലാ വെള്ളരിക്കയും ഗ്രേറ്റ് ചെയ്തെടുക്കുക. വലിയതാണെങ്കിൽ അതിൻ്റെ പകുതി മതി. അപ്പോൾ ആളനുസരിച്ച് നമ്മുടെ വീട്ടിൽ എത്ര പേര് കഴിക്കാനുണ്ടോ അതനുസരിച്ച് നമുക്ക് വെള്ളരിക്ക എടുക്കാം. അപ്പോൾ വെള്ളരിക്ക കുറച്ച് കൂടുതലുണ്ടെങ്കിലാണ് ടേസ്റ്റ് വരിക. ഇപ്പോൾ വെള്ളരിക്കയൊക്കെ ഞാൻ നന്നായിട്ടെല്ലാം ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം ആവശ്യത്തിനുണ്ട്, അപ്പോൾ നമ്മൾ വെള്ളം ഒട്ടും ചേർക്കുന്നില്ല. ഈ വെള്ളരിക്കകത്തുള്ള വെള്ളം മാത്രമാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വെള്ളരിക്ക ഒരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 2 സ്പൂണ് റവ, ബോംബെ റവ. നമ്മൾ ഇപ്പോൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന ബോംബെ റവ ഉണ്ടല്ലോ, അതൊരു 2 സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. മതി, അധികം വേണ്ട. 2 സ്പൂണ് ബോംബെ റവയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. തുള്ളി വെള്ളം പോലും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. ആ വെള്ളരിക്കകത്തുള്ള വെള്ളം മാത്രമേ നമ്മളിതിന് യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പം നമ്മളിതൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു, മിക്സ് ചെയ്തു. ഇനി കവർ ചെയ്ത് ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയെടുക്കാം. തേങ്ങ ഇച്ചിരി നല്ലപോലെ ഇട്ടാലും നല്ല ടേസ്റ്റാണ്. തേങ്ങയുടെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കാം. ഞാനിപ്പോൾ 2 പേർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനുള്ളതാണ് ഇപ്പം റെഡിയാക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ കുറച്ച് അധികമായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മല്ലിയിലയും പച്ചമുളകും ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. മുളക് നമുക്ക് എരിവ് അനുസരിച്ച് ചേർക്കാം. ഇപ്പം ഭയങ്കര എരിവുള്ള മുളകായിരുന്നു, അത് കാരണം ഞാനൊരു പകുതിയേ എടുത്തിട്ടുള്ളൂ. മല്ലിയില ആണെങ്കിലും ഓപ്ഷണലാണ്, ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇല്ലെങ്കിൽ അത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെള്ളരിക്ക അതിലേക്ക് റവ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പച്ചമുളകും കൂടെ ചേർത്തു. ഇനി ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇതിലേക്ക് നമ്മൾ ചേർത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പഞ്ചസാര. കറി നമ്മൾ കൂട്ടുന്നുണ്ടെങ്കിൽ, കറി കൂട്ടിയാൽ കഴിക്കുന്നതെങ്കിൽ പഞ്ചസാര ചേർക്കണമെന്നില്ല. കറി ഇല്ലാതെ കഴിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു 1.5 സ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ചേർക്കാം. ഇതിപ്പോൾ നമുക്ക് കറിയൊന്നും വേണ്ട, വെറും ചായയുടെ കൂടെ അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊരു 1.5 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് അരിപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർത്തിരിക്കുന്നത് ജോളത്തിൻ്റെ പൊടിയാണ്. ഹെൽത്തി ആയിട്ടിരിക്കട്ടെ എന്ന് ഓർത്താണ് ജോളത്തിൻ്റെ പൊടി. ഇവിടെയൊക്കെ കടകളിൽ കൂടെയൊക്കെ മേടിക്കാൻ കിട്ടും ജോളത്തിൻ്റെ പൊടി. ഇല്ല, ജോളത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, ഇല്ലെങ്കിൽ അരിപ്പൊടി ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കണം. ഒറ്റയടിക്ക് ഒത്തിരി ഇടരുത്. നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ. ആ വെള്ളരിക്കകത്തുള്ള വെള്ളം കൊണ്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പം ജോളത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കണം. നമുക്കൊരു അടയൊക്കെ പരത്താൻ പറ്റുന്ന ആ പാകത്തിലാക്കി എടുക്കണം. അപ്പോൾ അരിപ്പൊടിയാണ് നിങ്ങൾ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ കുറേശ്ശെ അരിപ്പൊടി ചേർത്ത് ഈ ഒരു പരുവത്തിലാക്കി ഇത് മിക്സ് ചെയ്തിട്ട് കവർ ചെയ്ത് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പം പാൻ ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ, ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കൈ ആദ്യമേ കുറച്ച് വെള്ളത്തിലൊന്ന് ഇതുപോലെ ഒന്ന് നനച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മാവുണ്ടല്ലോ, അത് നമുക്ക് എത്രത്തോളം വേണം അത്രയും എടുത്തിട്ട് കയ്യിൽ ഒന്ന് ഉരുട്ടിയെടുക്കാം. നമുക്ക് പരത്താൻ എളുപ്പത്തിനായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി കുറച്ച് ചെറിയൊരു ഷേപ്പാക്കിയിട്ട് നമ്മൾ ഈ പാനിലേക്ക് ഈ മാവ് വെച്ചിട്ട് പതുക്കെ, നമ്മളിപ്പോൾ സാധാരണ അടയൊക്കെ ഉണ്ടാക്കുമല്ലോ ആ രീതിയിൽ നമ്മളിതൊന്ന് പരത്തിയെടുത്താൽ മതി.
നിങ്ങൾക്ക് എണ്ണ വേണ്ട, നിങ്ങൾ ഹെൽത്തി ആയിട്ടാക്കുന്നുണ്ടെങ്കിൽ വാഴയില എടുത്തിട്ട് വാഴയിലയ്ക്കകത്ത് ഇതുപോലെ പരത്തിയിട്ട് ആ ഇലയോടുകൂടി ഇങ്ങനെ പാനിലേക്ക് വെക്കണം. എന്നിട്ട് ഒരു സൈഡ് വെന്ത് കഴിയുമ്പം അത് മറിച്ചിട്ട് 2 സൈഡും വേവിച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുത്ത്, ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. ഇതുപോലെ പരത്തിയെടുത്ത് ഒരു സൈഡ് ഇച്ചിരി വെന്ത് കഴിയുമ്പം മേലെ വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഇച്ചിരി ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടെ നന്നായിട്ടൊന്ന് കുക്കാവണം. അപ്പോൾ ഈ സൈഡൊക്കെ ഒന്ന് വിടർത്തിയെടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്താൽ മതി. നമ്മുടെ അടിപൊളിയായിട്ടുള്ള കുക്കുംബർ റൊട്ടി, ഇവിടെയൊക്കെ നമ്മുടെ ഈ മംഗലാപുരം സ്റ്റൈലിലൊക്കെ പറയുന്ന കുക്കുംബർ റൊട്ടി എന്ന് പറയും. സൗത്തേക്കായി റൊട്ടി, കന്നഡയിൽ കുക്കുംബറിന് സൗത്തേക്കായി എന്ന് പറയുന്നത്, സൗത്തേക്കായി റൊട്ടി എന്നും പറയും. നമുക്ക് ചൂടോടുകൂടി കഴിക്കാൻ കറിയൊന്നും വേണ്ട കേട്ടോ. പഞ്ചസാര ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പഞ്ചസാര ചേർത്താൽ കറിയൊന്നും ഇല്ലാതെ ചായയുടെ കൂടെ നമുക്ക് ഇങ്ങനെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പഞ്ചസാര നിങ്ങൾ ചേർക്കുന്നില്ലെങ്കിൽ ചമ്മന്തിയോ സാമ്പാറോ എന്ത് കറിയാവുള്ള അതിൻ്റെ കൂടെ കഴിക്കാനും നല്ല രസമാണ്. ഞാനിപ്പോൾ ഇച്ചിരി പഞ്ചസാരയൊക്കെ ചേർത്തുണ്ടാക്കി ഒരിച്ചിരി നെയ്യും കൂടെ ഒഴിച്ച് ചൂട് ചായയും കൂട്ടി ഇതിങ്ങനെ കഴിക്കാൻ എന്ത് രസമാണെന്നറിയാവോ. നല്ല ടേസ്റ്റായത്. നമ്മളിങ്ങനെ കഴിക്കുമ്പം നമുക്ക് ആ തേങ്ങയും ആ കുക്കുംബർ, ആ തൊലിയോടുകൂടിയുള്ള കുക്കുംബറൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ നൈറ്റ് ഡിന്നറായിട്ടോ കഴിക്കാം. അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി ഒരു വീഡിയോയിൽ കാണാം.